ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാൻസ് ബൈ സീനു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേബി ഷൂ അല്ലെങ്കിൽ ബേബി ബൂട്ടീസ് ഉണ്ടാക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ബേബി ഷൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത് 3 മാസം വരെയുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ യാണാണ്, പിന്നെ ഒരു ആഷ് കളർ യാണും കൂടെ എടുത്തിട്ടുണ്ട്. ഈ 2 യാൺ ഉപയോഗിച്ചിട്ടാണ് ഷൂ ഉണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബോർഡർ ഭാഗം ചെയ്യാനും പിന്നെ അടിഭാഗത്തേക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ആഷ് കളർ നമ്മളുടെ മേൽഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കളർ യാണും 4 mm ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കത്രിക വേണം. സ്റ്റിച്ച് മാർക്കറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി പിന്നാണ്. പിന്നെ അതുപോലത്തെ ഒരു നീഡിലും വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വൈറ്റ് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് കടത്തിയിട്ട് ഒരു 9 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. കൗണ്ട് ചെയ്തിട്ട് 9 ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ 9 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എഗെയിൻ ആ ചെയിനിലേക്ക് തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തം ആദ്യത്തെ ചെയിനിൽ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇനി ആദ്യം ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ മേലേക്ക് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ബാക്കി ഉണ്ടാവുക ഇനി 7 സ്റ്റിച്ചാണ്, 7 ചെയിനാണ്. അതിൽ 6 ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. വൺ, 2, 3, 4, 5, and last one 6. ഓക്കെ, ഇപ്പം നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തു. ഇനി ഒരു ചെയിന് ബാക്കിയുണ്ട്. ആ ചെയിനിൽ നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ആ ഒരൊറ്റ ചെയിനിൽ 6 എണ്ണം ചെയ്ത് കൊടുക്കുക. കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷൂവിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് എണ്ണീറ്റ് തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ലാസ്റ്റ് ചെയിനിൽ ചെയ്ത് കൊടുത്തു. ഇനി വരുന്ന 6 ചെയിനിൽ വീണ്ടും നമ്മൾ ആദ്യത്തെ പോലെ തന്നെ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ചെയ്ത സ്ലിപ്പ് നോട്ടിൻ്റെ ടെയിൽ എൻഡ് ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പോവുക. അപ്പോൾ എന്താ ഞാൻ 6 ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് ചെയിനാണ് വരുന്നത്. ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക.
1 2 and 3. ഇനി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ മേലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ആദ്യത്തെ റൗണ്ട് നമ്മൾ മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ മൊത്തം സ്റ്റിച്ചിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 24 24 സ്റ്റിച്ചാണ് മൊത്തം നമുക്ക് കിട്ടുന്നത്. കൗണ്ട് ചെയ്തിട്ട് നോക്കുക 24 ഇല്ല എന്നുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇൻക്രീസ് ആണ് വരുന്നത്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ മേലയിൽ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന 2 സ്റ്റിച്ചിലും നമ്മൾ ഇതേപോലെ തന്നെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മൊത്തം 3 സ്റ്റിച്ചിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റിച്ചാണ്, ചെയിനാണ്. അതിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുത്തു. കണ്ടോ? ഇനി വരുന്നത് 6 ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ചെയിനുകളാണ്. അതിൽ ഓരോന്നിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഈ യാണ് വർക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള യാണാണ്. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അക്രിലിക് യാണോ കോട്ടൺ യാണോ ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി വരുന്നത് ആ കർവിൻ്റെ ഭാഗമാണ്. അവിടെ 6 സ്റ്റിച്ച് ഉണ്ടാവും. ആ 6 സ്റ്റിച്ചിലും ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഒരു സ്റ്റിച്ചിൽ ചെയ്തു, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡും ചെയ്തെടുത്തു. അങ്ങനെ 6 ചെയിനിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. കൗണ്ട് ചെയ്ത് നോക്കുക നമ്മൾ എത്രണ്ണം ചെയ്തു എന്നുള്ളത്. ഇനി ഒരു ചെയിനിലും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, 5 എണ്ണമാണ് നമ്മൾ ചെയ്തത്. 6ാമത്തെ ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ 6 ചെയിനിലും ഇൻക്രീസ് ചെയ്തു. ഇനി വരുന്നത് 6 ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ചെയിനുകളാണ്. അതിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 ചെയിൻ ഉണ്ടാവും. ആ 3 ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 6 എണ്ണത്തിൽ ചെയ്തു. ഇനി വരുന്ന 3 ചെയിനിൽ ഓരോ ചെയിനിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. വളരെ സിമ്പിളാണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു ചെയിനിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചെയിനാണ്. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനി ലാസ്റ്റ് ചെയിനാണ്. 1 and 2. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ മേലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ റൗണ്ടും
ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2 റൗണ്ട് ഫിനിഷായി. ഇനി മൂന്നാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ റൗണ്ടിൽ വരുന്നത് ആദ്യത്തെ ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അതായത് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക ആദ്യത്തെ ചെയിനിൽ. എന്നിട്ട് ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഒരു സെറ്റാണ്. ഇനി ഇതുപോലെ നമുക്ക് 3 സെറ്റാണ് മൊത്തം വേണ്ടിയത്. അടുത്ത മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. നാലാമത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ 3 തവണ ചെയ്യണം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ തവണ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ 2 സെറ്റായി. ഇനി മൂന്നാമത്തെ സെറ്റാണ്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരെണ്ണം ചെയ്യുക. കണ്ടോ, ഇപ്പോൾ 3 സെറ്റ് നമ്മൾ ചെയ്തു. ഇപ്പോൾ 3 സെറ്റ് ചെയ്തു. ഇനി വരുന്നത് 6 ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. അത് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റിച്ച് നന്നായിട്ട് മുറുക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ലൂസായി പോവരുത്. കണ്ടോ, ഇനി വരുന്ന സ്റ്റിച്ചുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെ ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൽ ഒരെണ്ണം ചെയ്യുക. അങ്ങനത്തെ 6 സെറ്റാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. വൺ ചെയ്തു, അതേ സ്റ്റിച്ചിൽ തന്നെ ഒരെണ്ണം കൂടി ചെയ്യുക. ആൻഡ് 2. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് കണ്ടിന്യൂ ചെയ്യാം, 6 സെറ്റ് ആവണ വരെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടോ, ഇത് 6 സെറ്റ് ആവണ വരെ കണ്ടിന്യൂ ചെയ്തു. വീണ്ടും നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അതിനുശേഷം 3 തവണ കൂടെ ആ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മൂന്നാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഷ് കളർ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പം മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ലാസ്റ്റത്തെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കളറാണോ ആഡ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ തിരിച്ച് വലിച്ചെടുക്കുന്നത്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വൈറ്റ് കളർ യാണ് വലിക്കുന്നതിന് പകരം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന യാണ് വലിച്ചെടുക്കുക. വൈറ്റ് കളർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ ഇട്ടിട്ട് സെക്യൂർ ചെയ്യുക. കണ്ടാവും, അപ്പോൾ നമ്മൾ കളർ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നാലാമത്തെ റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ റൗണ്ടിൽ ബാക്ക് ലൂപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് മൂന്നാമത്തെ റൗണ്ടിൽ മൊത്തം 48 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുണ്ടാവുക. ആ 48 സ്റ്റിച്ചിലും നമ്മൾ നാലാമത്തെ റൗണ്ടിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അത് ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈറ്റ് യാണ് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഷൂവിൻ്റെ സോളാണ്. ഇനി മേലക്കുള്ള പാർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുക. ഈ റൗണ്ട് മുഴുവൻ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ഇതിപ്പം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനാണ്. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 4ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 5ാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. 5ാമത്തെ റൗണ്ടിൽ ഇപ്പം നമ്മൾക്ക് മൊത്തം 48 സ്റ്റിച്ചാണ് ഉള്ളത്. ആ 48 സ്റ്റിച്ചിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാണ്. 12 സ്റ്റിച്ചാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ 12 സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഇത് ബാക്ക് ലൂപ്പ് അല്ല ചെയ്യേണ്ടത്, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. 4ാമത്തെ റൗണ്ടിൽ മാത്രമേ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി വരുന്ന 24 സ്റ്റിച്ചിൽ നമ്മൾ ഡിഗ്രീസ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ആദ്യത്തെ ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് യാണ് ചുറ്റി വലിച്ചെടുത്ത് 2ാമത്തെ ലൂപ്പിലേക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാണ് വലിച്ചെടുക്കുക. കാരണം വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറയണതിനേക്കാളും നിങ്ങൾക്ക് കണ്ടാലാണ് കൂടുതൽ മനസ്സിലാവുക. അടുത്ത ഡിഗ്രീസ് ചെയ്യാം. അങ്ങനെ 8 തവണ ചെയ്യാനുണ്ടാവും. 2 ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രീസ് ചെയ്യുക. അങ്ങനെ 24 സ്റ്റിച്ചിലും നമ്മൾ ഡിഗ്രീസ് ചെയ്തെടുക്കുക. കണ്ടോ? വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഡിഗ്രീസ് ചെയ്യുന്നത് എന്നുള്ളത്. സാവധാനം ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ 24 സ്റ്റിച്ചിലും നമ്മൾ ഡിഗ്രീസ് ചെയ്തു. 8 സെറ്റ് ചെയ്യാനുണ്ടാവും. അതിന് ശേഷം വരുന്ന 12 സ്റ്റിച്ചുകൾ ഉണ്ടാവും. ആ 12 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. നമ്മൾ 12 സ്റ്റിച്ച് വരുമ്പോൾ അവിടെ ഒരു മാർക്കർ ആഡ് ചെയ്ത് കൊടുത്താൽ ഇനി വരുന്ന സ്റ്റെപ്പിലൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കി എടുക്കാനായിട്ട്. കൺഫ്യൂഷൻ വരാതെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ? ഇപ്പം ഞാൻ 12 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. 6ാമത്തെ റൗണ്ടിൽ നമ്മൾ ആദ്യത്തെ 12 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇത് കണ്ടിന്യൂ ചെയ്യുക 12 സ്റ്റിച്ച് വരെ. ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം 12 സ്റ്റിച്ച് വരെ ചെയ്തെടുക്കുക. രണ്ട് ഭാഗത്തും 12 വരുന്ന ഭാഗത്തും നമ്മളൊരു മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. സേഫ്റ്റി പിന്ന് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ 2 യാണിൻ്റെ കളർ മാറ്റുള്ള 2 യാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം യാണ് തന്നെ വെക്കേണ്ട, വേറെ കളറുള്ള യാണ് വെക്കുക, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കുക. കണ്ടോ? ആദ്യത്തെ 2 സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്തു. 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത സ്ഥലത്ത് നമ്മളൊരു മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക, മറക്കരുത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ സ്റ്റിച്ച് മാറിപ്പോവും. ഓക്കെ, ആദ്യത്തെ 2 സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡിഗ്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്.
കണ്ടോ? അപ്പം നമ്മൾ ഒരു ഡിഗ്രീസ് ചെയ്തു. ആദ്യത്തേത് സെറ്റ് കഴിഞ്ഞു. ഇനി ഇതേപോലെ 4 സെറ്റ് ചെയ്തെടുക്കണം. ആദ്യത്തെ 2 സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൽ ഡിഗ്രീസ് ചെയ്യുക. അങ്ങനെ 4 തവണ ചെയ്യാനുണ്ടാവും. ഓക്കെ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഡിഗ്രീസ് ആണ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഡിഗ്രീസും ചെയ്തെടുത്തു. ഇനി 2 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 2 സെറ്റ് നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ സെറ്റാണ്. രണ്ടാമത്തെ സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി വരുന്ന 2 സ്റ്റിച്ചിൽ നമ്മൾ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നാമത്തെ സെറ്റാണ്. ഇനി ഇതുപോലെ ഒരു സെറ്റും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ അഞ്ചാമത്തെ റൗണ്ടിൽ നമ്മൾക്ക് 40 സ്റ്റിച്ചാണ് മൊത്തം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആറാമത്തെ റൗണ്ട് വരുമ്പോൾ നമുക്കത് 36 സ്റ്റിച്ചായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക എത്ര സ്റ്റിച്ചാണ് എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഡിഗ്രീസ് ആണ്. അപ്പോൾ 4 സെറ്റ് നമ്മൾ ചെയ്തെടുത്തു. ഓക്കെ, ഇനി വരുന്ന ബാക്കി 12 സ്റ്റിച്ച് ഉണ്ടാവും. ആ 12 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. മാർക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇതുവരെ ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആറാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ആറാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി ഏഴാമത്തെ റൗണ്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇനി വരുന്ന 12 സ്റ്റിച്ചിൽ ആദ്യത്തെ പോലെ തന്നെ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡിഗ്രീസ് ചെയ്യുക. ഇതാണ് ഏഴാമത്തെ റൗണ്ടിൽ ചെയ്യേണ്ട പാറ്റേൺ. കണ്ടോ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യാനായിട്ട് പോണത് ഒരു ഡിഗ്രീസാണ്. അതിന് മുന്നേ നമ്മൾ മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാറിപ്പോവരുത്. ആദ്യം ചെയ്ത 12 സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പിന്ന് കുത്തി വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു യാണ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡിഗ്രീസാണ് ചെയ്യാനുള്ളത്. 2 സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഡിഗ്രീസ് ചെയ്യാം. ഒരെണ്ണം ചെയ്തു. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എഗൈൻ ഒരു ഡിഗ്രീസ് ചെയ്യുക. ഈ ഒരു പാറ്റേൺ 4 തവണ ചെയ്യാനുണ്ടാവും.
ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം നമ്മൾ 2 തവണ ചെയ്തു, മൂന്നാമത്തതാണ്. ഇനി ഒരു ഡിക്രീസ് ചെയ്യാം. ഇനി അഗൈൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും ഒരു ഡിക്രീസ് ചെയ്യാം. 4ാമത്തെ സെറ്റാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡിക്രീസ് ചെയ്തു. ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത് 12 ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. ഇനി 12 സ്റ്റിച്ചാണ് ബാലൻസ് ഉള്ളത്. ആ 12 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പം നമ്മളുടെ ഷൂ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 8ാമത്തെ റൗണ്ട് ചെയ്യാം. 8ാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആദ്യത്തെ 12 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ദാ ഞാൻ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത് ഡിഗ്രീസ് ആണ്. 4 സെറ്റായിട്ടാണ് ഡിഗ്രീസ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ ഡിഗ്രീസ് ചെയ്യാം. പാറ്റേൺ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഈ ഷൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കണ്ടോ? ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിഗ്രീസ് ചെയ്തു. ഇനി ഇതുപോലെ 3 തവണ കൂടി ചെയ്യണം. 2ാമത്തത് ചെയ്തെടുക്കുക. സ്റ്റിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, ലൂസായി പോവരുത്. ഓക്കെ, 2ാമത്തത് ചെയ്തു. ഇനി 2 എണ്ണം കൂടി ചെയ്യാം. ഇപ്പോൾ 7ാമത്തെ റൗണ്ടിൽ നമ്മൾക്ക് 32 സ്റ്റിച്ചാണ് മൊത്തം കിട്ടുന്നത്. 8ാമത്തെ റൗണ്ടിൽ 28 സ്റ്റിച്ചാണ് മൊത്തം കിട്ടുക. അപ്പോൾ കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ഇല്ലേ നോക്കുക. ഓക്കെ, ലാസ്റ്റ് ഡിഗ്രീസ് ആണ്. അപ്പം നമ്മൾ 4 ഡിഗ്രീസാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? ഇനി ബാലൻസ് ആയിട്ട് വരുന്നത് 12 സ്റ്റിച്ചുകളാണ്. ആ 12 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 8ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കണ്ടോ, ഒരു കുട്ടി ഷൂ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 9ാമത്തെ റൗണ്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ 12 സ്റ്റിച്ചിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുക. ഇതപ്പോൾ ഞാൻ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾക്ക് ഡിഗ്രീസ് ആണ് വരുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ 4 തവണയാണ് നമ്മൾ ഡിഗ്രീസ് ചെയ്തത്. ഈ റൗണ്ടിൽ 2 തവണയാണ്, 2 സെറ്റായിട്ടാണ് ഡിഗ്രീസ് ഉണ്ടാവുക. ആദ്യത്തത് നമ്മൾ ചെയ്തു. കണ്ടോ? ആദ്യത്തത് ചെയ്തു. ഇനി ഒരു തവണ കൂടി ഡിഗ്രീസ് ചെയ്യാം.
ഓക്കെ, അപ്പം നമ്മൾ 2 ഡിഗ്രീസ് ചെയ്തു. ഇനി വരുന്നത് 12 സ്റ്റിച്ചുകളാണ്. ആ 12 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾക്ക് 26 സ്റ്റിച്ചാണ് മൊത്തം ഉണ്ടാവുക. കൗണ്ട് ചെയ്ത് നോക്കുക, റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി വരുന്ന 10 മുതൽ 14 റൗണ്ട് വരെ എല്ലാ റൗണ്ടിലും എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ഇനി ഡിഗ്രീസ് ഇല്ല. ഇനി എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. അത് 14 റൗണ്ട് വരെ ചെയ്തെടുക്കുക. നമുക്ക് ഒരു ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓരോ ചെയിൻ ഇട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ 14 റൗണ്ട് വരെ ചെയ്തെടുത്തു. 10 മുതൽ 14 വരെ സെയിം പാറ്റേൺ ആണ്. എല്ലാ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ബൂട്ടീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 15ാമത്തെ റൗണ്ടിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ശ്രദ്ധിച്ച് നോക്കുക. പറയുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വരുള്ളൂ, കണ്ടാൽ മനസ്സിലാവും. കണ്ടോ? നമുക്ക് ഇനി ഒരു ചെയിൻ ഇട്ടിട്ട് 15ാമത്തെ റൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 15ാമത്തെ റൗണ്ടിൽ വരുന്നത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. മൊത്തം 26 സ്റ്റിച്ച് ഉണ്ടാവും. ആ 26 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കുക. ടെയിൽ എൻഡ് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ 15ാമത്തെ റൗണ്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യം ചെയ്ത സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 15ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ ബൂട്ടീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ഉള്ളിൽ മറിച്ചെടുത്തിട്ട് അതിൽ കുറേ യാണുകൾ ഹൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹൈഡ് ചെയ്യണം എങ്ങനെയെന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാ യാണുകളും ഹൈഡ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? അപ്പം നമ്മളുടെ ബൂട്ടീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ബൂട്ടീസാണ്. ഇത് 3 മാസം വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടോ? നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.